ഷിറ്റ്, അവിടെ എൻട്രി എടുക്കില്ലെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ എന്താണ് എനിക്കെൻ്റെ സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തത്? എപ്പോഴും ഈ സെയിം മിസ്റ്റേക്കാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കെൻ്റെ സെറ്റപ്പിൻ്റെ കുഴപ്പമായിരിക്കും. ഈ സെറ്റപ്പ് ചേഞ്ച് ചെയ്യണം. സെറ്റപ്പാണോ എപ്പോഴും കുഴപ്പം, അതോ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണോ? ആസ്ക് യുവർ സെൽഫ്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ സെറ്റപ്പ് മാത്രമല്ലായിരിക്കും നമ്മുടെ കുഴപ്പം. സെറ്റപ്പ് ആയിരിക്കാം ചിലപ്പോൾ കുഴപ്പം, നമുക്കറിയില്ല. സെറ്റപ്പാണോ കുഴപ്പം അതോ നമ്മുടെ ഇമോഷനാണോ കുഴപ്പം എന്നുള്ളൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കുണ്ട്. അത് എല്ലാ ട്രേഡേഴ്സും കടന്നു പോകുന്നൊരു സിറ്റുവേഷനാണ്. നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഫാലസീസിനെയും ബയാസിനെയും പറ്റി മനസ്സിലാക്കണം. ബയാസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ മാർക്കറ്റ് ബയാസ് അല്ല, നിങ്ങളുടെ മൈൻഡ് ബയാസ്. അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബയാസ് അല്ലെ ഫാലസീസ്? അതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഹാക്ക് ചെയ്യാൻ പറ്റും. ഇതറിയുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ലൈക്ക് ഇപ്പോൾ ഒരു ബാങ്ക് റോബ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അയാൾ ആ ബാങ്കിനെ പറ്റി നല്ല രീതിയിൽ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യും. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ബിക്കോസ് നല്ല രീതിയിൽ റോബ് ചെയ്യാൻ പറ്റും. ഒരു വാറിന് പോകുന്നതിന് മുന്നേ ഒരു രാജ്യം മറ്റു രാജ്യത്തെ പറ്റി ക്ലീനായിട്ട് പഠിക്കും. എന്തിന്? ആ ഒരു വാർ അവർക്ക് വിൻ ചെയ്യണം. അപ്പോൾ എത്രത്തോളം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം, അത്രത്തോളം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് ബെറ്ററാണ്. അപ്പം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോയിരിക്കുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ടാണ്, നമ്മളുമായിട്ട് തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസാണ് ഒരു ട്രേഡറിനെ സംബന്ധിച്ച്. അപ്പോൾ അതിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ എന്താണ് ഫാലസി ആൻഡ് ബയാസ്? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ട്രേഡിങ്ങിൽ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തും. അത് യൂഷ്വലാണ്, നോർമലാണ്. അതിനെ എംബ്രേസ് ചെയ്യണം നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കിനെ. പക്ഷേ വരുത്തിയ മിസ്റ്റേക്ക് പിന്നെയും ചെയ്യുന്നത് അതെന്തിന് കുഴപ്പമാണ്? സെറ്റപ്പിന് കുഴപ്പമാണോ അതോ നിങ്ങളുടെ കുഴപ്പമാണോ? തിങ്ക് അബൌട്ട് ഇറ്റ്. എന്താണ് ബയാസ്, എന്താണ് ഫാലസി? ജസ്റ്റ് ഗൂഗിളിൽ അതിൻ്റെ മീനിങ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബയാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാർക്കറ്റ് ബയാസ് എന്താണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പ്രീവിയസ് ആയിട്ടുള്ള ഓരോ ബിലീഫും അതിലല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് നടന്ന പാസ്റ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഓക്കെ ഇത് തന്നെയാണ് കറക്റ്റ് വേ എന്നുള്ള കാര്യം അസ്യൂം ചെയ്യുന്നതിനാണ് ബയാസ് എന്ന് പറയുന്നത്. എന്താണ് ഫാലസി? ലൈക്ക് നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് ഇത് തന്നെയാണ് കറക്റ്റ് എന്ന് വിശ്വസിക്കുന്നതിനാണ് ഫാലസി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു സ്റ്റെപ്പിൽ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും കറക്റ്റാണ്. പക്ഷേ ഇതിന് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസും ഉണ്ട്. അതേപോലെ തന്നെ ബയാസും ഫാലസീസും പല ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ട്. അതിനെപ്പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കണം. കൺഫർമേഷൻ ബയാസ്. എന്താണ് കൺഫർമേഷൻ ബയാസ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നു. അതിന് ഔട്ട്സൈഡ് വരുന്ന ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു iPhone 16 Pro എടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കത് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ വാണ്ടാണ്, നീഡല്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനോടുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ അറ്റ് ദിസ് മൊമെൻറ്റ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് അതൊരു ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്, എല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ സംഹൗ നിങ്ങളെ അത് ബാഡല്ല, അതിനേക്കാളും നല്ല കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യം മതി നിങ്ങളത് ബൈ ചെയ്യാൻ. ബിക്കോസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്യും. അതെടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യും ഞാൻ ഈ എടുത്ത തീരുമാനം ഭയങ്കര വേസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. ഇതിനാണ് കൺഫർമേഷൻ ബയാസ് എന്നുള്ള സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് വേണ്ട കാര്യം എന്താണോ അതിനെ അനുകൂലിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മളെപ്പോഴും ചിന്തിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ട്രേഡിങ്ങിലേക്ക് പറയുകയാണെങ്കിൽ നിങ്ങളൊരു എൻട്രി എടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കറിയാം എന്താണ്, നിങ്ങൾക്ക് ഓൾറെഡി എല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സെല്ല് ചെയ്യരുത്, ഇവിടെ ലോങ് ആണ് പോകേണ്ടതെന്നുള്ളത്. പക്ഷേ ഒരു മൈന്യൂട്ട് 1 മിനിറ്റിൽ കണ്ട ഫ്ലക്ച്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ആ എൻ്റയർ സംഭവത്തെ മാറ്റിയിട്ട് ആ ഒരു പർട്ടിക്കുലർ സംഭവത്തെ മാത്രം വിശ്വസിച്ച് നിങ്ങളവിടെ എൻട്രി എടുക്കും. ജസ്റ്റ് ആ ഒരു 1 മിനിറ്റിൽ കൺഫർമേഷൻ വെച്ചിട്ട്. ഈ ഒരു മൈൻഡിൻ്റെ ട്രിക്കിനെയാണ് നമ്മൾ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. സോ ഇതിനെ എങ്ങനെ റിഡ് ഓഫ് ചെയ്യാം? എല്ലാത്തിനെ പറ്റി പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. എന്താണ് സെൽഫ് സെർവിങ് ബയാസ്? സെൽഫ് സെർവിങ് ബയാസ്, ദ നെയിം ഇറ്റ് സെൽഫ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നു, ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷനാണ്, ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റി. നിങ്ങളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത 1% ഓഫ് ദി അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ അവിടെ നിങ്ങളെ പ്രൈസ് ചെയ്യാൻ തുടങ്ങും. അതേസമയം നല്ലൊരു ഡേയിൽ വന്നിട്ട് മാർക്കറ്റെല്ലാം ക്ലീനാണ്, നിങ്ങൾ ലോസ് ഹിറ്റ് ചെയ്തു. നിങ്ങൾ മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ മറ്റുള്ള സിറ്റുവേഷനെ നിങ്ങൾ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് യു ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ മിസ്റ്റേക്ക്. നിങ്ങളെപ്പോഴും ഗുഡ് സൈഡ് മാത്രമേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ബാഡ് സൈഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത് ഒരു ട്രേഡർ കടന്നു പോകുന്നൊരു സിറ്റുവേഷനാണ്.
ഇതൊരു കൈൻഡ് ഓഫ് ബയാസാണ്, സെൽഫ് സെർവിങ് ബയാസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫാലസിയാണ്. അതിനെ വിളിക്കുന്ന പേര് സങ്ക് കോസ്റ്റ് ഫാലസി എന്നാണ്. SUNK കോസ്റ്റ് ഫാലസി. എന്താണ് സങ്ക് കോസ്റ്റ് ഫാലസി? ഇത് ട്രേഡിങ്ങായിട്ട് നിങ്ങൾ തന്നെ റിലേറ്റ് ചെയ്യുക. ഞാൻ പറയാം എന്താണെന്നുള്ളത്. അതായത് നിങ്ങൾ ഒരു സർവീസ് ഓർ സംതിങ് നിങ്ങൾ അവെയിൽ ചെയ്തു, ആൻഡ് അത് നിങ്ങളുടെ ലൈഫിലെ ടൈം നല്ല രീതിയിൽ കൺസ്യൂം ചെയ്താണ് നിങ്ങൾ എടുക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾക്ക് പതിയെ മനസ്സിലായ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്, അത് മുമ്പോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ലതല്ല, നിങ്ങളുടെ ഭാവിക്ക് നല്ലതല്ല എന്നറിയാം. എങ്കിൽ പോലും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യും. ബിക്കോസ് നിങ്ങൾ അതിനു വേണ്ടി ഇട്ട സമയം, എഫേർട്ട്, കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിങ്ങൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യും. എക്സാമ്പിൾ പറയാം, വേറൊരു സാധനം. അതായത് ഇപ്പം നിങ്ങളൊരു ക്യാഷ് കൊടുത്തൊരു സാധനം മേടിച്ച് വീട്ടിൽ വെച്ചു, അത് നിങ്ങൾക്ക് ഒരു യൂസും ചെയ്യുന്നില്ല, അതിന് പകരം നിങ്ങൾക്ക് നഷ്ടമാണ് വരുത്തി വെക്കുന്നതെങ്കിൽ, നഷ്ടം വരുത്തുന്നില്ല, യൂസും ഇല്ല, എന്നാലും സം കൈൻഡ് ഓഫ് നഷ്ടം നിങ്ങൾക്ക് വരുന്നെങ്കിൽ പോലും ആ നഷ്ടം നെഗ്ലജിബിളാണ്. ബട്ട് നഷ്ടം സ്റ്റില്ലുണ്ട്, എങ്കിലും നിങ്ങൾ ആ ഒരു സാധനം വീട്ടിൽ വെക്കും. ബിക്കോസ് നിങ്ങൾ മുടക്കിയ ക്യാഷ് ഓർത്തിട്ട് നിങ്ങൾ ആ സാധനം വീട്ടിൽ വെക്കും. ഇതിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ നഷ്ടമാക്കിയ സമയമോ അല്ലെങ്കിൽ ക്യാഷോ ഈ കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മൾ ഒരു സംഭവത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത്. ട്രേഡിങ്ങായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചില ബിലീവ്സ് ഉണ്ട്. അതായത് ഞാൻ ഇത്ര നാൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടാണ്, ഈവൻ ദോ നിങ്ങൾക്കറിയാം അതിൽ നിന്ന് നിങ്ങൾ 100 ടൈംസ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല, മിസ്റ്റേക്കുകളാണ് നിങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ആവുന്നത് എന്നറിയാമെങ്കിൽ പോലും നിങ്ങൾ അതിൽ നിന്ന് വിട്ട് വെളിയിൽ വരാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇതിനെയാണ് സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ബ്രെയിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നൊരു സംഭവമാണ്. ഒരു ബിഗിനറായിട്ടിരിക്കുന്ന ഒരാൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത്. എന്താണ് ഗാംബ്ലേഴ്സ് ഫാലസി? ദ നെയിം ഇറ്റ് സെൽഫ്, ഗാംബ്ലേഴ്സ് ഫാലസി. ഞാൻ നെയിം ഇറ്റ് സെൽഫ് അതേപോലെ തന്നെ ട്രേഡിങ്ങിൻ്റെ ബേസ് തന്നെ ഞാൻ പറയാം. ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സിനാരിയോ പറയാം, നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് പറയാം. ഞാൻ ഈ പറയുന്ന എല്ലാ ഇൻഫോർമേഷനും എനിക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. ഗാംബ്ലേഴ്സ് ഫാലസി, ഒരു സിറ്റുവേഷൻ ഞാൻ പറയുകയാണ്. നിങ്ങളൊരു ട്രേഡ് എടുത്തു, നിങ്ങൾ ബൈ ആണ് ചെയ്തത്, അത് ലോസായി. രണ്ടാമത് നിങ്ങൾ ബൈ ആണ് ചെയ്തത്, അതും ലോസായി. മൂന്നാമത് നിങ്ങൾ ബൈ ആണ് ചെയ്തത്, അതും ലോസായി. നാലാമത് നിങ്ങൾ ട്രേഡ് എടുത്തു, അതും ബൈ ആണ് ചെയ്തത്, അതും ലോസായി. അഞ്ചാമത് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചിന്തിക്കും സെല്ല് ചെയ്താൽ എന്താണെന്നുള്ളത്. നിങ്ങൾ സെല്ല് ചെയ്യും, അതും ലോസാവും. ഇതാണ് ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറയുന്ന സംഭവം. ഒരു സെയിം എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഹെഡ് ഓർ ടെയിൽ ടോസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അതിൽ ഒരു വട്ടം ടോസ് ചെയ്തു, അത് ഹെഡ് വീണു. രണ്ടാമത്തെ വട്ടം ടോസ് ചെയ്തു, അത് ഹെഡ് വീണു. കണ്ടിന്യൂസ് 5 തവണ ടോസ് ചെയ്തപ്പോഴും ഹെഡ് വീണു. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഓട്ടോമാറ്റിക്കലി ആറാമത്തതിൽ നിങ്ങൾ ചിന്തിക്കും എന്തുവായാലും ഇത് ടെയിലാവാനായിരിക്കും ചാൻസ്. ഇത്രയും നേരം കണ്ടിന്യൂസ് ഹെഡ് വീണതുകൊണ്ട് ഇനി ടെയിലാവാനാണ് ചാൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അടുത്തത് അസ്യൂം ചെയ്യുന്നത് ടെയിലായിരിക്കും. ഒബ്വിയസ്ലി ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓർ ടെയിൽ എന്ത് വീഴാനുള്ള ചാൻസസും പ്രോബബിലിറ്റിയാണ്. എസ്പെഷ്യലി മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ആ എൻട്രി എന്ന് പറയുന്നൊരു സൂപ്പർ പൊസിഷനാണ്. അവിടെ സെല്ലടിക്കാം, അതേപോലെ തന്നെ TP അടിക്കാം. നമുക്ക് പ്രോഫിറ്റ് ആകുന്നതിൻ്റെയോ ലോസ് ആകുന്നതിൻ്റെയോ പ്രോബബിലിറ്റി കൂട്ടാനേ പറ്റും. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലൊരു ഇൻഫോർമേഷൻ തരുവാണ്, ഇത്രയും നേരം ഇങ്ങനെയാണ് നടന്നത്. അപ്പം ഇനി എന്തെങ്കിലും യൂണിവേഴ്സിൽ എന്തോ ഒരു സംഭവം ഇൻഫ്ലുവൻസ് ചെയ്ത് എല്ലാ കാര്യവും 50-50 ആക്കണം എന്നുള്ളൊരു സംഭവം. ആ ഒരു ഗാംബ്ലേഴ്സ് ഫാലസിയാണ് ഈ ഒരു ബ്രെയിൻ്റെ ഒരു സ്റ്റേറ്റാണത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ടോട്ടൽ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ABCD ഇങ്ങനെ 3 ആൻസേഴ്സാണുള്ളത്. ആദ്യത്തിന് നിങ്ങൾ A ടിക്ക് ചെയ്തു, അതാണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തേനും A ടിക്ക് ചെയ്തു, മൂന്നാമത്തേനും A ടിക്ക് ചെയ്തു, നാലാമത്തേനും A ടിക്ക് ചെയ്തു. വിച്ച് ഈസ് കറക്റ്റ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്കെല്ലാം കറക്റ്റാണ്. പക്ഷേ അടുപ്പിച്ച് 4 ആൻസറും A ഓപ്ഷൻ വന്നതുകൊണ്ട് തന്നെ 5ാമത്തെ ആൻസർ A ആണെങ്കിൽ പോലും, യഥാർത്ഥ ആൻസർ A ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ ടിക്ക് ചെയ്യാൻ പഠിക്കും. ബിക്കോസ് ഗാംബ്ലേഴ്സ് ഫാലസി. നിങ്ങൾ ചിന്തിക്കുകയാണ് അവിടെ അത് നടക്കരുത് എന്നുള്ളത്. പല സിനാരിയോയിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ഗാംബ്ലേഴ്സ് ഫാലസി. നമ്മൾ ഫാലസീസിനെയും ബയസിനെയും പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ
അത്രയും ഫാലസീസും ബയസസിനെ പറ്റി പറഞ്ഞിട്ട് അവിടെ നിർത്താണ്. ഇനിയും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാലസീസും ബയസസും ഉണ്ട്. ആട്രിബ്യൂഷൻ എറർ ഉണ്ട്, അതേപോലെ അവൈലബിലിറ്റി ബയസ് ഇതിലുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കുറേ മനസ്സിലായിട്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഏത് ബയാസ് ആണെങ്കിലും, നിങ്ങൾക്ക് കൺഫർമേഷൻ ബയാസ് ആണെങ്കിലും എന്താണെങ്കിലും, നിങ്ങൾ അതിനെ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തുനിന്നൊരു ഈ ഒരു വീഡിയോ കാണുന്നതിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതിനൊരു മീനിങ് ഉള്ളൂ. അപ്പം എത്രത്തോളം നിങ്ങൾ വാച്ച് ചെയ്തെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തെന്നോ പറഞ്ഞിട്ടില്ല, എത്രത്തോളം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു അത് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ട്രേഡിങ്ങിൽ ലോസ് വരുത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോർമൽ തിങ്. ഞാനും നിങ്ങളും ലോകത്തുള്ള എല്ലാ ആൾക്കാരും ട്രേഡേഴ്സ് എല്ലാം ചെയ്യാറുള്ളതാണ്. പക്ഷേ ചെയ്യുക എന്നുള്ളത് അതൊരു ഫാക്റ്റാണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമേ ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ഇൻഫോർമേഷൻ്റെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഇൻഫോർമേഷൻ്റെ എല്ലാം നീഡ്. ഓക്കെ, അപ്പം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോളജ് ഈസ് പവർ. നോളജ് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഇതൊരു പുതിയൊരു നോളജ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഒരു തവണ ഇനി അടുത്ത വട്ടം എൻട്രി എടുക്കുമ്പോൾ ലോസ് അടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക. പിന്നെ എൻട്രി എടുക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ അവിടെ കൺഫർമേഷൻ ബയാസ് കൂടുതലായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ മറ്റുള്ള ബ്രെയിനിൻ്റെ ഓരോരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി, ഇത് ബ്രെയിനിൻ്റെ ഒരു കെമിക്കൽ ഫോർമുലാസ് മാത്രമാണ്. നിങ്ങൾക്ക് ഫീൽ ഗുഡ് തരുന്ന ഡോപ്പോമൈൻ പോലോ അല്ലെങ്കിൽ സെറാട്ടോണിൻ പോലുള്ള മറ്റ് ചില ഹോർമോൺസിൻ്റെ പ്ലേ മാത്രമാണ് നിങ്ങളെ പിന്നെയും ട്രേഡ് ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ ഗ്രീഡിലേക്ക് എത്തിക്കുന്നതും, പ്രോഫിറ്റ് ആണെങ്കിൽ പിന്നെയും ട്രേഡ് ചെയ്യാനുള്ള ഒരു ഏജ് കൊണ്ടുവരുന്നതെല്ലാം ഇങ്ങനെയുള്ളൊരു സെയിം സംഭവം മാത്രമാണ് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ സെറ്റപ്പ് എല്ലാത്തിനും ഉപരി ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാം നടക്കുക. പ്രോപ്പർ സെറ്റപ്പ് വേണം, സെറ്റപ്പിനെ ഫോളോ അപ്പ് ചെയ്യുക. സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നടക്കുന്നത്. സെറ്റപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ എല്ലാം വിട്ടേരും, നിങ്ങൾക്കൊന്നും വേണ്ട. ഓക്കെ, സെറ്റപ്പ് ആദ്യം ബിൽഡ് ചെയ്യുക. സെറ്റപ്പ് ബിൽഡ് ചെയ്തിട്ട് ആ സെറ്റപ്പിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.